tightly stretched flexible string has its is and fixed at x is equal to 0 and x is equal to L at a time t is equal to 0. The string is given a shape defined by f of x equal to mu x into L minus x, where u is a constant and then released. Find the displacement of any point x of a string at a time t greater than 0. ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താ, അന്നത്തെ ക്വസ്റ്റ്യനായിട്ട് ചെയ്ത പോലെ തന്നെ ഒരു ടൈറ്റ്ലി സ്ട്രെച്ചഡ് ഫ്ലെക്സിബിൾ സ്ട്രിങ് ഉണ്ട്. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഇസ് ഈക്വൽ ടു 0 തൊട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൽ വരെയുള്ളത്. അപ്പോൾ എന്താ, അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ ആയിരിക്കും. പിന്നെയോ അറ്റ് എ ടൈം ടി ഈക്വൽ ടു 0 ആകുന്ന സമയത്ത്, അതായത് ഇനീഷ്യലി നമുക്ക് ഒരു ഷേപ്പ് തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മ്യൂ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് ആണ് തന്നിട്ടുള്ളത്. പിന്നെയോ വേർ യു ഈസ് എ കോൺസ്റ്റന്റ്, ആ യു എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, അറ്റ് എ ടൈം ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ നമുക്ക് ആ ഒരു എക്സിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നാ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞാട്ടെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഒന്നുമില്ല, നമ്മളെ ഒരു സ്ട്രിങ് തന്നിട്ടുണ്ട്. സ്ട്രിങ്ങിന് ഇനീഷ്യലി ഉള്ള ഒരു ഫോം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്തത്. പിന്നെയോ ഒരു പർട്ടിക്കുലർ ടി ആണെന്ന് പറഞ്ഞിട്ട് ആ എക്സിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് നോക്കിയാട്ടെ, ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുമോ കഴിഞ്ഞ വേവ് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സ്നേഹക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നു വേവ് ഇക്വേഷന്റെ എക്സാമ്പിൾ തന്ന സമയത്ത്? നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമുള്ള സൊല്യൂഷന്റെ ഫോം എഴുതി ബൗണ്ടറി കണ്ടീഷൻ ഇനീഷ്യൽ കണ്ടീഷനും കൊടുത്തിട്ട് ബൗണ്ടറി കണ്ടീഷനും ഇനീഷ്യൽ കണ്ടീഷനും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന് റീഅറേഞ്ച് എല്ലാം ചെയ്ത് എഴുതിയ സമയത്ത് നമുക്ക് കിട്ടിയില്ല. സ്റ്റാൻഡേർഡ് ഫോം കൊടുത്തിട്ട് അങ്ങനെ ബൗണ്ടറി കണ്ടീഷനും ഇനീഷ്യൽ കണ്ടീഷനും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ആൻസർ കിട്ടി അല്ലേ? ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കിയാട്ടെ. ആദ്യം നമ്മളെ വേവ് ഇക്വേഷൻ അങ്ങനെ എടുത്ത് എഴുതി കൊടുത്തു. നോക്കിയാ ഇക്വേഷൻ എന്താ, ഇതാ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങനെ എഴുതി കൊടുത്തു. ഇനി നമുക്ക് എന്ത് വേണം, ബൗണ്ടറി കണ്ടീഷന് വേണം, ഇനീഷ്യൽ കണ്ടീഷന് വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. സഹല പറഞ്ഞാട്ടെ, ബൗണ്ടറി കണ്ടീഷൻ എന്തായിരുന്നു? ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 0 to L, 0യിലും എല്ലിലും സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ അത് ബൗണ്ടറി കണ്ടീഷൻ അല്ലേ? കാരണം ഒരു സ്ട്രിങ്ങിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു എല്ലും ആണ് അല്ലേ? പിന്നെയോ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് t equal to 0 ടൈം t ഈക്വൽ ടു 0 ആകുമ്പോൾ സംഭവിക്കുന്നതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ക്വസ്റ്റ്യനെ തന്നിട്ടല്ലോ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി കണ്ടീഷനും കണ്ടുപിടിക്കണം, ഇനീഷ്യൽ കണ്ടീഷനും കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ കണ്ടുപിടിച്ച് നോക്കിയാട്ടെ. എന്താ, എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതാണ് ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തത്. നോക്കിയാട്ടെ, y ഓഫ് 0t അതല്ലേ, എക്സിന് 0ന്റെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് 0t കിട്ടുക. പിന്നെയോ നമുക്ക് തന്നിട്ടുണ്ട് ഇക്വേഷൻ, ഏത് ഇക്വേഷൻ്റെ അകത്താണ് ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കേണ്ടത്? ഇതാ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് അണ്ടർലൈൻ ചെയ്ത ഈ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് കൊടുക്കേണ്ടത്. ഈ ഒരു എഫ് ഓഫ് എക്സിൻ്റെ അകത്ത്, അപ്പൊ ഈ എഫ് ഓഫ് എക്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുത്തു, എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയാൽ യു ഇൻറ്റു 0 ഇൻറ്റു എൽ മൈനസ് 0, അതായത് യു കൊടുത്തു, എക്സിന് പകരം നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ഇവിടുത്തെ എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്താ സംഭവിച്ചത്, യു ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ഭാഗം എന്തായി 0 ആയിട്ട് അങ്ങ് മാറി. പിന്നെയോ 0 ഇൻറ്റു ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും,
സീറോ തന്നെയായിരിക്കും. അതായത് നമുക്ക് y ഓഫ് 0t എന്ന് പറയുന്നത് 0 ആണ് കിട്ടി. x is equal to 0 അല്ലേ, ഈ ഒരു y ഓഫ് 0t എന്ന് പറയുന്നത് 0 ആണ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എല്ലിൽ എന്താ സംഭവിക്കുന്നത്, അതാണ് ഇവിടെ y ഓഫ് എൽ ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. y ഓഫ് എൽ ടി നോക്കിയാട്ടെ നിങ്ങൾ, ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഇതാ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് എഫ് ഓഫ് എക്സിൻ്റെ അകത്ത് ഞാൻ എന്ത് കൊടുത്തു, എക്സിന് പകരം എൽ കൊടുത്തു. അതായത് യു ഇൻറ്റു എൽ ഇൻറ്റു എൽ മൈനസ് എൽ. ഈ എൽ മൈനസ് എൽ എന്താ, 0 ആണ്. അപ്പം ഈ ഒരു ടേം എന്താ, ഇപ്പോൾ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പം ഈ എൽ മൈനസ് എൽ എന്ന് പറയുന്നത് എന്തായി പോവും, 0 ആയി പോവും. അപ്പൊ 0 ഇൻറ്റു യു എൽ എന്ന് പറയുന്നത് എന്താ, 0 തന്നെ. അപ്പം y ഓഫ് എൽ ടി എന്തായി, നമുക്ക് 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻ കിട്ടി. ഒന്ന് y ഓഫ് 0t എന്ന് പറയുന്നത് 0 എന്നും കിട്ടി, പിന്നെയോ y ഓഫ് എൽ ടി എന്ന് പറയുന്നത് 0 കിട്ടി. ഇനി നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ കണ്ടുപിടിക്കണം. ഇനീഷ്യൽ കണ്ടീഷനാണ് ശരിക്കും എന്താ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. അറ്റ് ടി എന്ന് പറയുന്നത് 0 ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതാണ് നമ്മളെ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നത്. നോക്കിയാട്ടെ, എന്താ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, at a time t equal to 0 the string is given a shape defined by f of x equal to ux into l minus x. അത് തന്നെയാണ് നമ്മളെ എന്ത് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞത്. നോക്കിയാട്ടെ, ടിക്ക് 0 കൊടുക്കുമ്പോൾ ഈ ഭാഗത്ത് ടിയുടെ ടേംസുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ യു എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് എന്ന് എഴുതി കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി അറ്റ് എ ടൈം ടി ഈക്വൽ ടു 0 എന്ന് പറയുമ്പം നമുക്കെന്താ ഇനീഷ്യൽ കണ്ടീഷൻ ആണ് പറഞ്ഞു. അതായത് ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ എന്തായിരിക്കും, ശരിക്കും സാധാരണ ഒരു സ്ട്രിങ് വെറുതെ വെച്ചിട്ടുണ്ടാവുക, അതിന് എന്തുണ്ടാവും, ഡിസ്പ്ലേസ്മെന്റ് അന്നേരം ഉണ്ടാവില്ല. അത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴേ അതിന് എന്തുണ്ടാവും, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇനീഷ്യൽ സമയത്ത് അതിന് ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ്, അതായത് ടി എന്ന് പറയുന്നത് 0 ആകുന്ന സമയത്ത് ആ ഒരു സ്ട്രിങ്ങിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വെലോസിറ്റിയും 0 ആയിരിക്കും. അതാണ് നമ്മൾ dy ബൈ ഡി ടി അറ്റ് ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ബൗണ്ടറി കണ്ടീഷൻ കണ്ടുപിടിച്ചത് എല്ലാവർക്കും ക്ലിയർ അല്ലേ, ഒന്ന് കമന്റ് ചെയ്താട്ടെ. ബൗണ്ടറി കണ്ടീഷൻ കണ്ടുപിടിച്ചിട്ട് ക്ലിയർ ആണെന്നൊന്ന് പറഞ്ഞ. ഓക്കെ, അപ്പം ബൗണ്ടറി കണ്ടീഷൻ ക്ലിയർ ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ്റെ അകത്ത് വേവ് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തു, പിന്നെ ബൗണ്ടറി കണ്ടീഷനും ഇനീഷ്യൽ കണ്ടീഷനും കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമുക്കറിയാം വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഇവിടെ ഇക്വേഷൻ 1 പറ്റി എഴുതിയ ഈ y ഓഫ് എക്സ് ടി ഈക്വൽ ടു c1 കോസ് പി എക്സ് പ്ലസ് c2 സൈൻ പി എക്സ് ഇൻറ്റു c3 കോസ് പി സി ടി പ്ലസ് c4 സൈൻ പി സി ടി എന്ന് പറഞ്ഞ ഈ ഒരു ഇക്വേഷനാണ് നമ്മളെ എന്താ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാം, കഴിഞ്ഞ ആ വേവ് ഇക്വേഷന്റെ ക്വസ്റ്റ്യനകത്തെ പോലെ തന്നെ എന്ത് ചെയ്തു, ഓരോ ബൗണ്ടറി കണ്ടീഷൻസും ഇനീഷ്യൽ കണ്ടീഷൻസും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ കോൺസ്റ്റന്റിന്റെ വാല്യൂസ് എന്തെല്ലാം വരുന്നത് നോക്കിയിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതുക ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷനായ y ഓഫ് 0t ഈക്വൽ ടു ടി 0 എന്ന് പറയുന്ന ആ ഒരു ബൗണ്ടറി കണ്ടീഷൻ ചൂസ് ചെയ്തു. അപ്പൊ എന്താ ഈ ശരിക്കും പറയുന്നത്, എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കണ്ടീഷനാണ്. അപ്പൊ നമുക്കറിയാവുന്ന ആ ഒരു വേവ് ഇക്വേഷനായ ഇക്വേഷൻ 1 നമ്മൾ എന്ത് കൊടുക്കും നോക്കിയാട്ടെ, ഈ ടിക്ക് പകരം നമ്മൾ 0 കൊടുത്തു. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സിന് പകരം 0 കൊടുത്തു. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് y ഓഫ് 0t ആയി. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വേഷൻ 1 നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, അവിടെ എക്സിന്റെ സ്ഥാനത്താണ് 0 കൊടുത്തത്. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുത്തു. അതുപോലെ തന്നെ c2 സൈൻ പി ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുത്തു. 0 കൊടുത്തു. പിന്നെയോ ഈ ലാസ്റ്റ് ടേമിന്റെ അകത്ത് നമുക്ക് ഈ ഒരു ടേമിന്റെ അകത്ത് എവിടെയും എന്തില്ല, എക്സിന്റെ ടേംസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആടെ 0 കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾ നോക്കിയാട്ടെ, കോസ് 0 എന്ന് പറയുന്നത് 1 ആണെന്നറിയാം. അപ്പം c1 ഇൻറ്റു 1 വരും, c2 ഇൻറ്റു സൈൻ 0 എന്ന് പറയുന്നത് 0 എന്നറിയാം. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇതെന്തായി പോകും, ത്രൂ ഔട്ട് 0 ആയി പോകും, അത് 0 ആയി പോകും. അപ്പൊ നമുക്ക് ബാക്കി എന്തേ വരും, c1 ഇൻറ്റു c3 കോസ് പി സി ടി പ്ലസ് c4 സൈൻ പി സി ടി എന്ന് പറയുന്ന ഇക്വേഷൻ വരും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ട്രിവിയൽ അല്ലാണ്ട് കിട്ടണമെങ്കിൽ എന്ത് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, ഈ c1ന്റെ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതാണ് ഞാനിവിടെ c1 is equal to 0 എന്ന് നോക്കി കൊടുത്തിട്ടുള്ളത്. c1 is equal to 0 ആവും.
ഈ C1 ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? നമ്മളെ ഈ ഒരു ഇക്വേഷൻ, അതായത് ഇക്വേഷൻ 1ന്റെ അകത്ത് ആ C1ന്റെ ടേംസുകൾ കംപ്ലീറ്റ് 0 ആയിരിക്കും. അതായത് നിങ്ങൾ നോക്കിയിട്ടാ ഈ ഒരു ടേം പിന്നെ ഉണ്ടാവില്ല. ബാക്കി എന്ത് ടേം വരും? C2 sin Px C3 cos PCT പ്ലസ് C4 sin PCT വരും. അതാണ് ഞാൻ എന്ത് ചെയ്തിട്ടില്ലേ, ഇവിടെ ഇക്വേഷൻ 2 ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇക്വേഷൻ 2 എന്ന് പറയുന്നതാണ് നമുക്കിപ്പം C1ന്റെ വാല്യൂ 0 കൊടുത്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ. അത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഇക്വേഷൻ 2 കണ്ടുപിടിച്ചത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ഇത് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലെത്തത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതിൻ്റെ അകത്ത് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ ചെയ്യുന്നതിലെ കാര്യം. എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് ക്ലിയർ ചെയ്യാൻ മറന്നുകൊണ്ട. അപ്പം നമുക്കിപ്പം സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത കണ്ടീഷൻ ഈ സെക്കൻഡ് ഇക്വേഷൻ്റെ അകത്തേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അടുത്ത കണ്ടീഷൻ എന്താ? y of LT ഈക്വൽ ടു 0, അടുത്ത ബൗണ്ടറി കണ്ടീഷൻ. അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. എങ്ങനെ അപ്ലൈ ചെയ്യാം? ഈ ഇക്വേഷൻ 2ന്റെ അകത്ത് എവിടെയെല്ലാണോ എക്സ് ഉള്ളത് ആ എക്സിന്റെ സ്ഥാനത്തിൽ നമ്മൾ എന്ത് കൊടുക്കുക? എല്ല് കൊടുക്കുക. ഇത് നോക്കിയാട്ടെ, ഇവിടെ എക്സ് ഉണ്ട്, അവിടെ ഞാൻ എല്ല് കൊടുത്തു. അപ്പം then ഇക്വേഷൻ 2 ഇംപ്ലൈസ് എന്ന് പറഞ്ഞ എഴുതിയ ആ ഒരു ഇക്വേഷൻ നോക്കിയാട്ടെ നിങ്ങൾ, C2 sin P into L. ബാക്കി ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് എന്താ? അവിടെ ഒന്നും എക്സിന്റെ ടേം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, അവിടെ ഒന്നും എല്ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ ബൗണ്ടറി കണ്ടീഷൻ പ്രകാരം y of LT എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ഞാൻ ഇതിവിടെ 0 കൊണ്ട് അങ്ങ് ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം ഇവിടെ ഞാൻ വിചാരിക്കുന്നു ഈ C2 ആ 0 എന്ന്. C2 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മൊത്തത്തിൽ അങ്ങ് 0 ആയി പോകും അല്ലേ? ഈ കംപ്ലീറ്റ് ടേമും ഈ ഇക്വേഷൻ 3 എന്ന് പറയുന്ന ഈ ഒരു കംപ്ലീറ്റ് ടേമും ഇക്വേഷൻ 3ന്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് എന്തായി പോകും? 0 ആയി പോകും. നമുക്ക് അന്നേരം എന്താ കിട്ടുക? ഒരു ട്രിവിയൽ സൊല്യൂഷൻ y of xt ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കിട്ടുക. പക്ഷെ അതിനെ കൊണ്ട് നിങ്ങൾക്ക് കാര്യമുണ്ടോ? ഇല്ല. അപ്പം അത് കാര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഈ സൈൻ പി എൽ നോക്കിയാട്ടെ, ഇക്വേഷൻ 3ന്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ ബ്രാക്കറ്റിന് പുറത്ത് C2ന്റെ കൂടെ വരുന്ന ആ സൈൻ പി എൽ നമ്മൾ ഇനി എന്തായി 0 ആയിട്ട് ചൂസ് ചെയ്ത്. സൈൻ പി എൽ 0 ആണെങ്കിൽ പി എൽ എന്തായിരിക്കണം? n പൈകളായിരിക്കണം അല്ലേ? അതെങ്ങനെ കിട്ടുക? സൈനുകൾ എപ്പോഴാ 0 ആണത്? പൈയിൽ 0 ആണ്, 2 പൈയിൽ 0 ആണ്, 3 പൈയിൽ 0 ആണ്. അങ്ങനെ n ഇൻഡിജേഴ്സ് ആവുന്ന എല്ലാ കേസിലും എന്താ? സൈനുകൾ 0 ആണ്. അപ്പം ആ സൈൻ x ഈക്വൽ ടു 0 ആവണമെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എൻ പൈ ആയിരിക്കണം. ഇവിടെ എക്സ് എന്താ? പി എൽ. അതുകൊണ്ടാണ് ഞാൻ പി എൽ ഈക്വൽ ടു എൻ പൈ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? പി എന്ന് പറയുന്നത് എൻ പൈ ബൈ എൽ ആയിരിക്കും അല്ലേ? അപ്പൊ പി ഇസ് ഈക്വൽ ടു എൻ പൈ ബൈ എൽ കിട്ടി. എൻ ബിലോങ്സ് ടു Z ആണെന്ന് കിട്ടി. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ആ പിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് ഒന്ന് കമന്റ് ചെയ്താട്ടെ. പിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് ക്ലിയർ ആണോന്ന്? ഓക്കെ, ക്ലിയർ ആണല്ലേ? അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാം? ഈ കിട്ടിയ പിന്റെ വാല്യൂ നമ്മളെ ഇക്വേഷൻ 3ന്റെ അകത്തേക്ക് അങ്ങ് കൊടുക്കുക. ഇക്വേഷൻ 3 നോക്കിയാട്ടെ, ഇക്വേഷൻ 3 ഇക്വേഷൻ 3ന്റെ അകത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇക്വേഷൻ 3ന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? ആ പിന്റെ സ്ഥാനത്തെല്ലാം എൻ പൈ ബൈ എല്ലുകൾ വരും. എൻ പൈ ബൈ എല്ലുകൾ വരുമ്പോൾ നമ്മളെ ഇക്വേഷൻ എന്താവും? നിങ്ങൾ താഴെ നോക്കിയാട്ടെ, ദസ് 3 ഇംപ്ലൈസ് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു ഇക്വേഷൻ്റെ അകത്തേക്ക് മാറും. ദസ് 3 implies y of xt equal to C3 into sin n pi x by L. ഇവിടുത്തെ ആ പിക്ക് നമ്മൾ n pi by L കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പുറത്തോ C3 cos n pi by L പ്ലസ് C4 sin n pi by L കൊടുത്തു. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ. അപ്പൊ നമുക്ക് ഫോർത്ത് ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെ കയ്യിൽ എന്തുണ്ട്? രണ്ട് കണ്ടീഷൻ കൂടിയുണ്ട്. രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടിയുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഒരു ഇനീഷ്യൽ കണ്ടീഷൻ എടുക്കുക. ആ ഒരു ഇനീഷ്യൽ കണ്ടീഷനാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. y dy/dt at t is equal to 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണെന്നില്ല ആ ഒരു കണ്ടീഷൻ ഞാൻ ചൂസ് ചെയ്യുന്നത്.
അപ്പോൾ എന്ത് ചെയ്യണം എനിക്ക് ആദ്യം ഈ ഫോർത്ത് ഇക്വേഷനാ, അതായത് ഈ ഒരു ഫോർത്ത് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിനുശേഷം ആ ഒരു ടീൻ്റെ അകത്ത് 0 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നോക്കിയാട്ടെ നിങ്ങൾ, അത് ഞാൻ ഫോർത്ത് ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ആയി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ y ഓഫ് എക്സ് ടി എന്തായി മാറും? ലെഫ്റ്റ് സൈഡിലെ y ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് d/dt ഓഫ് y ഓഫ് എക്സ് ടി ആയിട്ട് മാറും. പിന്നെയോ റൈറ്റ് സൈഡിൽ ഇതാ ഈ ഫോർത്ത് ഇക്വേഷൻ്റെ അകത്ത് ആദ്യത്തെ ഈ ഒരു ഭാഗം നോക്കിയാട്ടെ, ഞാൻ റൗണ്ട് ചെയ്യുന്ന ഭാഗം, ആ ഭാഗത്തിൻ്റെ അകത്ത് എന്തില്ല? ടി ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ c2 sin n pi x/l കോമൺ ആയിട്ട് ഇവിടെ എടുത്ത് എഴുതി കൊടുക്കാൻ പറ്റും. പിന്നെ ബാക്കി വരുന്ന ആ ഫോർത്ത് ഇക്വേഷൻ്റെ അകത്ത് ഈ ബാക്കി വരുന്ന ആ വലിയൊരു ബ്രാക്കറ്റിൻ്റെ അകത്ത് രണ്ട് ടേമിൻ്റെ അകത്ത് എന്തുണ്ട്? ടി ഉണ്ട്. അപ്പോൾ ആ ടീന് ഞാൻ എന്ത് ചെയ്യാം? അത് ടി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇവിടുത്തെ ആ കോൺസ്റ്റന്റ് C3 ഞാൻ പുറത്തെടുത്ത് വെച്ചു. പിന്നെ ബാക്കി എന്തായില്ലേ? C4ന്റെ ആ രണ്ടാമത്തെ ടേമിൻ്റെ അകത്ത് cos n pi ct/l. അപ്പോൾ cos n pi ct/l നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് sin n pi ct/l കിട്ടും. പിന്നെയോ ഇൻറ്റു ഒരു n pi c/l കൂടി വരും. കാരണം ആ ഒരു കോസിന്റെ ഈ ഉള്ളിലെത്തിയ ഈ ഒരു ഭാഗവും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് n pi c/l കൂടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് -c3 sin n pi ct/l ഇൻറ്റു n pi c/l കിട്ടി. അതുപോലെ തന്നെ നമ്മൾ ഈ C4ന്റെ ലാസ്റ്റ് ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ C4ന്റെ ലാസ്റ്റ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? C4 എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ എടുത്ത് എഴുതി കൊടുത്തു. പിന്നെയോ sin n pi ct/l അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos n pi ct/l ഇൻറ്റു പിന്നെയോ ആ n pi c/l കൂടി അതിൻ്റെ ഒപ്പം വരും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈനിൻ്റെ ഈ ബ്രാക്കറ്റിനുള്ളിൽ ഈ ഒരു ടേമിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോം കിട്ടി. അതിനെ ഞാൻ നല്ല വൃത്തിക്ക് മാറ്റി എഴുതിയിട്ട് ∂/∂t ഓഫ് y ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു c2 n pi x/l ഇൻറ്റു പിന്നെയോ ഈ മുകളിലത്തെ ടേം നിങ്ങൾ നോക്കിയാട്ടെ, രണ്ട് ടേമിൻ്റെ അകത്തും n pi c/l കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു n pi c/l കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇവിടെ ഒരു n pi c/l കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിനെ രണ്ടിനെയും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. n pi c/l ആയിട്ട് പുറത്തേക്ക് എടുത്തു. പിന്നെയോ -c3 sin n pi ct/l പ്ലസ് c4 cos n pi ct/l ബാക്കി അങ്ങനെ എഴുതി കൊടുത്തു. ഇനി എന്താ പറഞ്ഞത്? t = 0 ആവണം. നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ്റെ അകത്ത് ടി എന്ന് പറയുന്നത് 0 ആയിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? ആദ്യത്തെ ടേമിൻ്റെ അകത്ത് ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റി. പക്ഷെങ്കിലോ രണ്ടാമത്തെ ടേമിൻ്റെ അകത്തും മൂന്നാമത്തെ ടേമിൻ്റെ അകത്തും എന്തുണ്ട്? ടി ഉണ്ട്. ടി ഉള്ളത് കൊണ്ട് തന്നെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോട്ടാണ് നിങ്ങൾ സൈനിൻ്റെ ഒപ്പം ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സൈൻ 0 ആയിപ്പോൾ. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ 0 ആയിട്ട് കിട്ടിയത്. അതുപോലെ തന്നെ ലാസ്റ്റ് ടേമിൻ്റെ അകത്തോ അവിടെ t = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ cos 0 ആയിപ്പോൾ. cos 0 1 ആയതുകൊണ്ടാണ് എനിക്ക് അവിടെ C4 മാത്രം വന്നത്. അപ്പം ∂y/∂t at t = 0 എന്ന് പറഞ്ഞ് എന്താണ് എനിക്ക് കിട്ടി? ഇതാ c2 c4 n pi c/l sin n pi x/l എന്ന് കിട്ടി. അവിടുന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? C2 എന്തായാലും 0 ആയി പോകില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി എന്ത് മാത്രമേ 0 ആക്കാൻ ബാക്കിയുള്ളൂ? C4നെയും 0 ആക്കാൻ പറ്റുള്ളൂ. ഇത്രയും നമുക്ക് കിട്ടി. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ ഞാൻ പറയുമ്പോൾ? ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു തരുമ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കിപ്പം C4ഉം കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇക്വേഷൻ 4 നോക്കാം. മുകളിലത്തെ ഇക്വേഷൻ 4 നോക്കിയാട്ടെ. അവിടെ പറഞ്ഞുതരാം. ഇതാ ഇക്വേഷൻ 4 എന്ന് പറയുന്നത് C4ന്റെ ടേം അങ്ങ് എന്തായി പോവും? 0 ആയി പോവില്ലേ? കാരണം എന്താ? നമ്മളെ ഈ C4ന്റെ ടേം മൊത്തത്തിൽ അങ്ങ് 0 ആയി പോകും. കാരണം നമ്മൾ C4 എന്ന് പറയുന്നത് 0 ആണ് ഇപ്പം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് y ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് എന്താ? ഈ ബാക്കിയുള്ള ഈ ഒരൊറ്റ ടേംസ് മാത്രമേ വരും. c2 sin n pi x/l
ഇൻറ്റു C3 കോസ് n പൈ CT/L. അതാണ് ഞാനിവിടെ y ഓഫ് എക്സ് ടി ഈക്വൽ ടു മറ്റേ C2നെയും C3നെയും ഒരുമിച്ച് എഴുതിയിട്ട് C2 C3 എഴുതി ബാക്കിയുള്ള ടേമിന് അങ്ങനെ എഴുതി കൊടുത്തു. നോക്കിയാട്ടെ, സൈൻ n പൈ x/L കോസ് n പൈ CT/L എന്ന് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാ, ഈ C2 C3 എന്ന് പറഞ്ഞ ഈ കോൺസ്റ്റന്റ് ടേം ഉണ്ടാവില്ലേ, ആ ടേമിനെ ഞാൻ വേറൊരു നൊട്ടേഷൻ കൊണ്ട്, അതായത് ബി എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാ ചെയ്യുന്നത്. അത് നമ്മളെ ഇക്വേഷൻ y ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് bn സൈൻ n പൈ x/L കോസ് n പൈ CT/L എന്ന് കിട്ടി. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ ആണോടോ? ഒന്ന് പറഞ്ഞ. ഓക്കെ. ഇത് നമ്മള് കഴിഞ്ഞ സെമ്മിൻ്റെ അകത്ത് ഫൊറിയർ പഠിച്ചിട്ടുണ്ടായില്ലേ? ഫൊറിയറിന്റെ അകത്ത് അവിടെ എന്താ ഒരു ബി എന്നും എ എൻ എന്നുള്ള പറഞ്ഞിട്ട് നമ്മളെ ഫൊറിയറിന്റെ അകത്ത് ഇക്വേഷൻ്റെ അകത്ത് ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ബി എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് അവിടുത്തെ ബി എൻ ഏതാന്ന് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ എ എന്നിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് അവിടുത്തെ എ എൻ ഏതാന്ന് കണ്ടുപിടിക്കല്ലേ ചെയ്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ബി എൻ ഇല്ലേ, ഈ ഒരു ബി എന്നിനെ നമ്മളെ ഫൊറിയർ സൈൻ സീരീസ് പ്രകാരം, അതിന്റെ ഒരു സീരീസ് പ്രകാരം ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബി എന്നിന്റെ ആ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ബി എന്നിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എല്ലാ സൊല്യൂഷനും ഇങ്ങനെ കിട്ടുന്ന ആ ബി എന്നിന് B1 B2 B3 B4 എക്സെട്ര ബി ഇൻഫിനിറ്റി വരെ ആകുന്ന, അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ എൻ ഇല്ലേ, ഈ സൈനിന്റെ ഒപ്പരവും കോസിന്റെ ഒപ്പരവും എൻ മാറും കേട്ടോ. ഇപ്പം ബി n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്താ മാറുക, B1 സൈൻ n പൈ x/L സോറി സൈൻ പൈ x/L കോസ് പൈ x/L. അതേപോലെ തന്നെ n-ന് 2 കൊടുക്കുമ്പോൾ B2 സൈൻ 2 പൈ x/L കോസ് 2 പൈ CT/L. അങ്ങനെ പോവുക ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ എന്നുകളെ ടേമിനെയും നമ്മൾ ആഡ് ചെയ്തിട്ടാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. നോക്കിയാട്ടെ, ഞാൻ എഴുതിയത് ആഡിങ് ഓൾ സച്ച് സൊല്യൂഷൻ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി വേവ് ഇക്വേഷൻ. എന്താ സംഭവിച്ചത് നോക്കിയാട്ടെ, എന്നിന് ഓരോ വാല്യൂകളായിട്ട് നമ്മൾ കൊടുക്കുക. n ഈക്വൽ ടു 1 n ഈക്വൽ ടു 2 എക്സെട്ര കൊടുക്കുന്നതിനാണ് നമ്മളിവിടെ ജസ്റ്റ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് നോട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെയോ നമുക്ക് കിട്ടിയ ബാക്കിയുള്ള ടേംസിനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എഴുതി കൊടുത്തു. അപ്പം നമ്മളെ y ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ സൊല്യൂഷനും ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫോമിലേക്ക് മാറി. ഇനിയാ നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത നമ്മളെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. അടുത്ത നമ്മളെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, ടി എന്ന് പറയുന്നത് 0 ആകുന്ന സമയത്ത് എന്തായിരുന്നു നമുക്ക് കിട്ടിയ കണ്ടീഷൻ, u ഇൻറ്റു LX മൈനസ് x². ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യാം, നമുക്കിപ്പോ കിട്ടിയ ഈ ഒരു y ഓഫ് എക്സ് ടിന്റെ അകത്ത് എന്താ സംഭവിച്ചത്, ടീന്റെ വാല്യൂ നമ്മൾ 0 കൊടുക്കുക. ടീന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, ഈ ഒരു ലാസ്റ്റ് ടേമിന്റെ അകത്ത് മാത്രമേ എന്തുള്ളൂ, ടി എന്ന് പറയുന്നത് ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെയാണ് ടി ഈക്വൽ ടു 0 കൊടുക്കുന്നത്. അവിടെ ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്താ സംഭവിച്ചത് നോക്കിയാട്ടെ, നിങ്ങൾ താഴെ ഇതാ, ഞാൻ ഈ റൗണ്ട് ചെയ്യുന്ന ഭാഗം നോക്കിയാട്ടെ, കോസ് n പൈ സി ഇൻറ്റു 0/L, അതായത് കോസ് 0 ആയി പോവും. അതെന്താ 1 ആണെന്നറിയാം. അങ്ങനെ നമുക്ക് u ഓഫ് LX മൈനസ് x² എന്ന് പറയുന്നത് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി bn ഇൻറ്റു സൈൻ n പൈ x/L എന്ന് മാത്രം കിട്ടും. ഈ ഇക്വേഷൻ 5 കിട്ടിയത് മനസ്സിലായോ? ഒന്നുമില്ല, നമ്മൾ ആ ലാസ്റ്റത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പം കോസിന്റെ കൂടെ ആണ് ടി വരുന്നത്. കോസിന്റെ കൂടെ ടി വരുമ്പം ആ കോസ് 0 എന്ന് പറയുന്നത് 1 ആയിട്ട് പോയിട്ട് ബാക്കിയുള്ള ടേംസ് മാത്രം വരും. അതാണ് നമ്മൾ ഇക്വേഷൻ 5 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്? ഒന്ന് പറഞ്ഞാട്ടെ, ഇക്വേഷൻ 5 കിട്ടിയത് ക്ലിയർ ആണോന്ന്? ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൊറിയറിന്റെ ആ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്ക് അവിടുത്തെ ബി എന്നിന് ഒരു ഫൊറിയറിന്റെ ആ ഒരു സീരീസ് പ്രകാരം നമുക്ക് ഇവിടുത്തെ ആ ബി എൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ഇവിടെ ഞാൻ കൊടുത്തത്. നോക്കിയട്ടെ, വേർ ബി എൻ ഈക്വൽ ടു 2/L ഇന്റഗ്രൽ 0 ടു L u ഓഫ് LX മൈനസ് x² ഇൻറ്റു സൈൻ n പൈ x/L ഇൻറ്റു dx. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബി എൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ബി എൻ വെച്ചിട്ട് നമുക്ക് ഇവിടെയുള്ള ബി എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത് നോക്കിയട്ടെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മ്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന്. മ്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ
ബി എന്ന് പറഞ്ഞ ശരിക്കും എന്താ, ഇത് 2/L ഇന്റഗ്രൽ 0 to L f(x) ഇൻറ്റു sin n pi x by L dx ആണ്. ഇവിടുത്തെ f(x) ആണ് നമ്മളെ u ഇൻറ്റു LX മൈനസ് എക്സ് സ്ക്വയർ. അതുകൊണ്ടാണ് ഇവിടെ u ഇൻറ്റു LX മൈനസ് എക്സ് സ്ക്വയർ വന്നത്. മാറിപ്പോകാൻ പാടില്ല, നമ്മളെ ഫോറിയർ സൈൻ സീരീസ് പ്രകാരം തന്നെ ഇത്. അപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടുത്തെ യു എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാനിവിടെ അതിനെ ഔട്ട്സൈഡ് കിട്ടും. അപ്പം 2μ/L വന്നു. പിന്നെയോ ബാക്കിയുള്ള ടേം ഇന്റഗ്രൽ 0 to L, പിന്നെയോ LX മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ n pi x by L ഇൻറ്റു dx എന്ന് കിട്ടി. LX മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ n pi x by L ഇൻറ്റു dx കിട്ടി. നിങ്ങൾ ഈ ഒരു രണ്ട് ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് നോക്കിയാട്ടെ, രണ്ട് ഫംഗ്ഷൻ്റെ അകത്ത് എന്തുണ്ട്, എക്സിന്റെ ടേംസ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട്, അതായത് ഇന്റഗ്രലിന്റെ അകത്തെ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കിയാട്ടെ എന്തായിരുന്നു ഇന്റഗ്രലിന്റെ അകത്തെ ആ ഒരു മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഇന്റഗ്രൽ യു വി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നോക്കിയട്ടെ, ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് LX മൈനസ് എക്സ് സ്ക്വയർ, അതുകൊണ്ടാണ് ഇവിടെ LX മൈനസ് എക്സ് സ്ക്വയർ വന്നത്. പിന്നെ ഇന്റഗ്രൽ സൈൻ n pi x by L മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് LX മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ സൈൻ n pi x by L വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നോക്കിയാട്ടെ നിങ്ങൾ LX മൈനസ് എക്സ് സ്ക്വയർ അങ്ങനെ, പിന്നെയോ ആ കോൺസ്റ്റന്റ് ടേമായ പുറത്ത് 2μ/L അങ്ങനെ കൊടുത്തു. ഇനി ഈ സൈൻ n pi x by L ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, അതാണ് ഇവിടെ കൊടുത്തത്. നോക്കിയട്ടെ, മൈനസ് കോസ് n pi x by L ഡിവൈഡഡ് ബൈ n pi x by L. പിന്നെയോ അതിന്റെ ലിമിറ്റായ 0 to L നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇതാ LX മൈനസ് എക്സ് സ്ക്വയറിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക, നിങ്ങൾ നോക്കിയാട്ടെ, ഇത് മുകളിലത്തെ ഭാഗം നോക്കിയാട്ടെ, അവിടെ LXന്റെ അകത്ത് എക്സ് ഉണ്ട്. അപ്പൊ അവിടെ LXനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് L മാത്രമായിട്ട് വരും. അതാണ് ഞാൻ ഇവിടെ താഴത്തെ ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെയോ എക്സ് സ്ക്വയറിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x ആണെന്നറിയാം, അതും ഞാനിവിടെ കൊടുത്തു, അതുകൂടെ കൊടുത്തു. ഇനി ബാക്കിയുള്ളത് എന്നാ, ലാസ്റ്റത്തെ ടേം നോക്കിയട്ടെ, സൈൻ n pi x by L. സൈൻ n pi x by L എന്താ, മൈനസ് കോസ് n pi x by L ബൈ n pi by L, അതാണ് ഇവിടെ കൊടുത്തത്. ഇനി നിങ്ങൾ നോക്കിയാട്ടെ, ഇതാ ഈ ഒരു ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്ത് നോക്കിയാൽ, ഇതാ ഈ ആദ്യത്തെ ടേംസ് ആയി ഈ ഇക്വേഷൻസ് മാത്രങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിയാട്ടെ. അവിടെ ഞാൻ L is equal to 0 എന്നും L is equal to X is equal to 0 എന്നും X is equal to 1 X is equal to L എന്നും X is equal to 0 എന്നും പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോളെ. ഇതാ നിങ്ങൾ ആദ്യം എക്സിന് പകരം L ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ ഇതാ ഈ ഒരു പോയിന്റ് ഇതെന്താവും, L ആയി മാറും. അതുപോലെ തന്നെ ഇതെന്താവും മാറും, L² ആയി മാറും. അതായത് L² മൈനസ് L² എന്ന് പറയുന്ന ഫോം ഇതെന്തായി പോവും, 0 ആയിട്ട് പോവും. അപ്പം ആദ്യം ആ L കൊടുക്കുന്ന സമയത്ത് 0 ആയി പോയി. ഇനി നമുക്ക് എന്താ കൊടുക്കേണ്ടത്, എക്സിന് പകരം 0 കൊടുക്കുക. എക്സിന് പകരം 0 കൊടുത്ത് നോക്കിയാട്ടെ നിങ്ങൾ എന്താ സംഭവിക്കുന്നത്, ഇതാ ഈ എക്സിന് പകരം നമ്മൾ 0 കൊടുത്തു, ഈ എക്സിന് പകരം നമ്മൾ 0 കൊടുത്തു. അപ്പോൾ ഇതെന്താ ടോട്ടൽ ഈ ഒരു സാധനം മൊത്തത്തിൽ എന്തായി പോയി, 0 ആയി പോയി. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ടേം എന്തായി പോകും, ഈ ഒരു കംപ്ലീറ്റ് ടേം നമ്മൾ 0 ആയിട്ട് പോകും. പിന്നെ ബാക്കി നമുക്ക് എന്തേ വരും, ഈ ലാസ്റ്റത്തെ ഈ ഒരു ടേംസ് മാത്രമേ വരും. ആ ലാസ്റ്റ് ടേമിന് ഞാൻ എന്ത് എഴുതി കൊടുത്തു, 2u/L ഇൻറ്റു L ബൈ n pi, ഇത് L ആണ് കേട്ടോ, 1 അല്ല, ഇത് L ആണ്. L ബൈ n pi ഇൻറ്റു ഇന്റഗ്രൽ 0 to L മൈനസ് 2x ഇൻറ്റു കോസ് n pi x by L ഇൻറ്റു dx ഇത് കൊടുത്തു. അപ്പൊ ഇവിടെയും നിങ്ങൾ നോക്കിയാട്ടെ, ഇതും എന്താ രണ്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്, എക്സിന്റെ രണ്ട് ഫംഗ്ഷനാണ് വരുന്നത്. ഇവിടെയും നമ്മൾ എന്താ ചെയ്യുക, പ്രൊഡക്റ്റ് റൂൾ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുക. പ്രൊഡക്റ്റ് റൂൾ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താട്ടെ, നിങ്ങൾ പ്രൊഡക്റ്റ് റൂൾ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ.
അത് ഞാൻ എന്ത് ചെയ്തു ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്ലൈ ചെയ്ത് കൊടുത്തൊക്കെയാണ് ആദ്യത്തെ ടേം ആണെങ്കിൽ L-2x വരും. പിന്നെയോ സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് cos nπx/l ഡെറിവേറ്റീവ് ആണ് sin nπx/l nπ/l. അത് ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കേസിൽ എന്തേ സംഭവിക്കുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ അങ്ങ് 0 ആയി പോകും. ആദ്യത്തെ ടേം കംപ്ലീറ്റ് അങ്ങ് 0 ആയി പോകും. ഇവിടെ പക്ഷേങ്കിൽ ഈ ഒരു വാല്യൂ എല്ലാം 0 ആകുക, അതായത് ആദ്യത്തെ ഈ L-2x എല്ലാം 0 ആകുക. പകരം എന്താ ഇവിടെ ഈ x കൊടുക്കുന്ന സമയത്ത് എക്സിന് പകരം എല്ലും കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ സൈൻ nπ ഫോർമുല വരിക ആദ്യം, പിന്നെ രണ്ടാമത് വരും സൈൻ 0 ഫോമിലും. അപ്പൊ ഈ രണ്ട് കേസിലും നമുക്ക് എന്ത് കിട്ടും, ഈ ഭാഗം അങ്ങ് 0 ആയിട്ട് പോകും. ഇനി ബാക്കി നമുക്ക് ഈ ഒരു ലാസ്റ്റത്തെ ടേം മാത്രമേ വരൂ. അത് ലാസ്റ്റത്തെ ടേം നമ്മൾ ഈ ഒരു 2μ/nπ എന്ന് പറയുന്ന ഈ ഒരു ടേമും കൂടി എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഞാൻ എഴുതിയിട്ടില്ല. നോക്കിയട്ടെ, 2μ/nπ × 2l/nπ 2μ/nπ × 2l/nπ ഇന്റഗ്രൽ 0 to l sin nπx/l × dx. ഇനി ഒന്നും കൂടി നമ്മൾ ഈ sin nπx/l ഡിഫറൻഷിയേറ്റ് ചെയ്യാം. sin nπx/l ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് cos nπx/l /nπ/l. അവിടെയും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇത് ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു പോർഷൻ്റെ അകത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നുണ്ടോ എന്ന് അത് നോക്കണം നിങ്ങൾ. ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കരുത്, സുഖമായിട്ട് കിട്ടും, ഒന്നും ചെയ്യാനില്ല. നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടും. ഇവിടെ -1/n എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസുകൾ ഓഡ് സംഭവത്തിൽ, അതായത് ഓഡ് മൾട്ടിപ്പിളിൻ്റെ അകത്ത് നെഗറ്റീവും ഈവൺ മൾട്ടിപ്പിളിൽ പോസിറ്റീവാണ് വരുന്നത്. അപ്പം ഇവിടെ n-ന് 1 കൊടുക്കുമ്പോൾ 2 കൊടുക്കുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് 1 -1 1 -1 എന്നിട്ട് മാറി മാറി വരുന്നതുകൊണ്ടാണ് ഇവിടെ -1/n എന്ന് പറഞ്ഞിട്ട് നോട്ടേറ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനൊന്ന് എല്ലും 0 കൊടുത്തിട്ട് അതിനൊന്ന് ജസ്റ്റ് എന്താ പറയുക ഒന്ന് ഇലോബറേറ്റ് ചെയ്ത് എഴുതി നോക്കുക. നമുക്ക് ഈ താഴെ കിട്ടിയ ഈ ഒരു ഇക്വേഷൻ തന്നെ കിട്ടുന്നുണ്ടോന്ന്. നിങ്ങൾക്ക് കിട്ടൂലെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാനത് എന്താ പറയുക വരുന്ന വഴി എഴുതിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം. നമ്മളെ പ്രോബ്ലം കുറേ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ്, ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ അവിടെ അത് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് BN. നമുക്കിപ്പം BN ഇങ്ങനെ കിട്ടി. BN എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 4μL²/n³ π³ × 1 - (1) കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ഇക്വേഷൻ 5ൻ്റെ അകത്തൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇക്വേഷൻ 5 എന്തായിരുന്നു നോക്കിയാട്ടെ. ഇക്വേഷൻ 5 എന്ന് പറയുന്നത് എന്താ, നമ്മളെ ഇക്വേഷൻ 5 അതിൻ്റെ അകത്ത് ഈ BN പകരം നമുക്ക് കിട്ടിയ BN നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. കിട്ടിയ BN സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തപ്പം അത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതിയിട്ടാണ് ഞാനുള്ളത് നോക്കിക്കോ. അതായത് y(x t) എന്ന് പറയുന്നത് 2μL²/π³ ഞാൻ ഔട്ട് സൈഡ് ഇട്ട്, n വാരി ചെയ്യുന്നതുകൊണ്ട് ഈ BN കൂടെയുള്ള n-നെ ഞാൻ ഉള്ളിൽ തന്നെ ഇട്ട്. പിന്നെയോ 1 - (1) ഇതും BN ഒരു ഭാഗമാണ്. പിന്നെ ബാക്കിയുള്ള ടേംസിനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി കൊടുത്ത്. ഇനി നിങ്ങൾ നോക്കിയാട്ടെ, ലാസ്റ്റത്തെ ഇക്വേഷൻ്റെ അകത്ത് ഇവിടെ ഒരു 2m - 1 എല്ലാം പറയുന്നുണ്ട്. അതെങ്ങനെയാ വന്നത്, 2m - 1 എങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് n = 1 2 3 എന്ന് പറയുന്ന ഇക്വേഷൻസ് ആണ് നമ്മൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാട്ടെ, ഈ 1 - (1) എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അവിടെ ഞാൻ ആദ്യം ഈ n-ന് 1 കൊടുക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഒരു ഇക്വേഷൻ 1 -1 വച്ച് വരും. അതെന്താ = 2 ആന്ന് നമുക്കറിയാം അല്ലേ, അതായത് അത് 2 ആണെന്നറിയാം. ഇത് 2 ആന്ന് കിട്ടി. ഇനി അതേ സമയത്ത് നിങ്ങൾ n = 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, 1 - ഇതെന്താവും +1 വരിക. അതായത് 1 - 1 എന്ന് പറയുന്നത് 0 ആയി പോകും. ഇതെന്ന് പറഞ്ഞാൽ 0 ആയി പോകും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ n-കൾ ഈവൺ ആകുന്ന സമയത്ത് ഈ ഒരു കംപ്ലീറ്റ് ഭാഗങ്ങളും 0 ആയിട്ട് പോകും. n ഓടാകുന്ന സമയത്ത് ഒരു 2/n³ എന്ന് പറഞ്ഞ ഫോമിൽ വന്നിട്ട് ബാക്കിയുള്ള ടേംസ് അങ്ങനെ വരും.
അപ്പൊ അതിനെ എഴുതാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് മാറ്റിയത്. ഓരോരോ അങ്ങനെയുള്ള ഓഡ് ടേംസിന്റെ അകത്തും കോമൺ ആയിട്ട് ഒരു 2 വരുന്നുണ്ട്. ആ 2നെ ഞാൻ ഈ 4നോട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 8 കിട്ടി. ബാക്കിയുള്ള ടേമിന് അങ്ങനെ എഴുതി കൊടുത്തു. പിന്നെയോ ഈ n ക്യൂബിന് പകരം ഓഡിന്റെ ആ ഒരു റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ് ഞാൻ 2m-1 കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. നോക്കിയിട്ട് നിങ്ങൾ എമ്മിന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1, 2 കൊടുക്കുമ്പോൾ 3 കൊടുക്കുമ്പോൾ 5. അങ്ങനെ നമ്മളെ ഓരോരോ ഓഡ് നാച്ചുറൽ നമ്പേഴ്സും നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ നമുക്കിപ്പോ തന്ന ആ ഒരു ഇക്വേഷന്റെ അല്ല ആ ഒരു ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ലാസ്റ്റത്തെ ഈ y(x(t) = എന്ന് പറഞ്ഞിട്ട് എഴുതിയ ഈ ഒരു സാധനം. ക്ലിയർ ആണോ എല്ലാവർക്കും? കുറച്ച് ലെങ്തി ആണ്, എന്തായാലും ചെയ്ത് നോക്കേണ്ടി വരും. സ്റ്റെപ്സിൽ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. നല്ലോണം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്തായാലും എന്ത് ചെയ്യാം, ഒന്ന് നല്ല വൃത്തിക്ക് തന്നെ ഇരുന്ന് പഠിക്കാൻ നോക്കുക. ക്ലിയർ ആണോ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇന്നത്തെ പ്രോബ്ലംസ്? ഒന്ന് പറഞ്ഞാട്ടെ, കമന്റ് ചെയ്താട്ടെ നിങ്ങൾ എല്ലാവരും. 33 കുട്ടികളുണ്ടല്ലോ, ഒരുവിധം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്താട്ടെ. വേഗം കമന്റ് ചെയ്യും. എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചോദിക്കണം കേട്ടാ. മാത്സ് ആണ്, പ്രോബ്ലം പേപ്പർ ആണ്, നല്ലോണം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താകൂ, നമുക്ക് ഇക്വേഷൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്നേ മെത്തേഡിലാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ലോ. ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, പുറത്തുനിന്നായിട്ടുള്ള ഡെറിവേഷൻ, അതായത് നമ്മുടെ ന്യൂട്ടൺസിന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഹീറ്റ് ഇക്വേഷന്റെ ഒരു ഫോം നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ പഠിക്കണം. പഠിക്കാണ്ട് നമുക്ക് എന്തായാലും എഴുതാൻ പറ്റൂല. പിന്നെ എന്തായാലും തെറ്റിപ്പോകാതെ പ്രോബ്ലം ചെയ്തിട്ട് തെറ്റിപ്പോകാൻ മാത്രമല്ല ഒരു കാര്യങ്ങളും ഇല്ല. പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടുന്ന കാര്യങ്ങളേ ഇതിൻ്റെ അകത്തുള്ളൂ. അല്ലാണ്ട് നമ്മളെ കഴിഞ്ഞ സെമ്മിൻ്റെ പോലെ ഇന്റഗ്രേഷനോ ഡെറിവേഷനോ ഒന്നും അങ്ങനെ ഓവറായിട്ട് വരുന്നില്ല. എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ വാല്യൂവിൽ അവസാനിക്കുന്ന പോലെ, അതായത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഈ പാഠത്തിലുള്ളൂ. ക്ലിയർ അല്ലേ അപ്പോൾ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്, മനസ്സിലായി. നിങ്ങളൊന്ന് എന്നാൽ അറ്റൻഡൻസ് പറഞ്ഞാട്ടെ. റോൾ നമ്പർ 1, അറ്റൻഡൻസ് പറയും. റോൾ നമ്പർ 1.